33 കോടി ദേവഗണങ്ങൾ, അത് ഈ ജന്തുലോകത്തെ പ്രതിനിധീകരിച്ച് അത്രയും സ്പീഷീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ ആരാധിക്കണം, അതിനെയാണ് നമ്മളൊരു ആരാധനാഭാവത്തിൽ കാണേണ്ടത് തീർച്ചയായിട്ടും എന്നുള്ളൊരു കാര്യം നമ്മൾ പരാമർശിച്ചപ്പോഴത്തേക്ക് ഒന്ന് രണ്ടുപേരും എൻ്റെ അടുത്ത് പേഴ്സണലി അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഈ ആരാധന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണ്? കാരണം ഇന്നത്തെ ആരാധന രീതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈന്ദവ മതത്തിൻ്റെ ഇതിനകത്ത് ആരാധന രീതികൾ, പൂജകൾ, വേറെ കർമ്മങ്ങളുണ്ട്. ക്രൈസ്തവ മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ പാട്ട്, പ്രാർത്ഥന, ബൈബിൾ വായന, അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇസ്ലാം മതത്തിൽ വേറെ നിസ്കാര കാര്യങ്ങളുണ്ട്. അപ്പോൾ ആരാധന എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെല്ലാം തന്നെ ഇന്ന് മാറിക്കിടക്കുക. അപ്പോൾ ശരിയായിട്ടുള്ള ആരാധന എന്ന് പറയുന്നതിനകത്തുള്ള ഡെഫിനിഷൻ എന്താണ്? ആരാധന എന്ന് പറഞ്ഞാൽ സംരക്ഷണം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഓക്കെ, അതും ഞാൻ പറഞ്ഞു. മുറ്റത്ത് ഒരു മാവ് നട്ടു, അത് നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. അത് പക്ഷികൾക്കും നമ്മൾക്കും എല്ലാം, സകല ജീവജാലങ്ങൾക്കും. ഈ പഴം പഴുത്തു കഴിഞ്ഞാലല്ല, അത് പുഴുത്തു കഴിഞ്ഞാലാണ് പുഴുക്കൾക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോഴാണ് കൂടുതൽ പക്ഷികൾ അതിനകത്ത് ഭക്ഷണത്തിനായിട്ട് എത്തുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു മാവിനെ സംരക്ഷിക്കേണ്ടത്, അതിൻ്റെ തണലിനെ, അതിൻ്റെ ഓക്സിജനെ എല്ലാം നമുക്ക് കിട്ടേണ്ടത് ആവശ്യമാണെങ്കിൽ അതിന് സംരക്ഷണം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ആരാധിക്കാൻ തുടങ്ങും. ആരാധനാഭാവത്തിൽ അതിനെ നട്ടുപരിപാലിക്കാൻ തുടങ്ങും. സംരക്ഷണത്തിൻ്റെ പരമമായിട്ടുള്ള അവസ്ഥയിൽ എന്തിനെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് നോക്കിയിട്ടാണ് ആരാധനാഭാവത്തിൽ അതിനെ കാണേണ്ടത്. അതിനെ അന്ധവിശ്വാസമായിട്ട് കാണുമ്പോഴാണ് അവിടെ പ്രശ്നം. ഇതിൻ്റെ അർത്ഥമറിയാതെ ഒരു വിഗ്രഹത്തെ ആരാധിക്കുന്നത് എന്തിനാണ്? ആ വിഗ്രഹത്തെ വിഗ്രഹിച്ച്, അർത്ഥത്തെ ഗ്രഹിച്ച്, അനർത്ഥത്തെ നീക്കി ഉള്ളിൽ ബിംബിച്ച് ആ ബിംബത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് വേദ്യമാക്കി ഈ ദ്രവ്യവ്യൂഹത്തിൻ്റെ അവസ്ഥയെയും വ്യവസ്ഥയെയും കാലാവസ്ഥയെയും എല്ലാം ചിട്ടപ്പെടുത്തുന്ന പൂർവികരുടെ ജ്ഞാനത്തെ നമുക്ക് വേദ്യമാക്കി കൊടുക്കുന്ന വേദത്തിൽ വെച്ചിട്ടാണ്. അല്ലാണ്ട് നമുക്ക് തോന്നിയ പാടിലല്ല ഇത് ചെയ്യേണ്ടത്. അപ്പോഴാണ് ഇതെല്ലാം അന്ധവിശ്വാസമാകുന്നത്. തീർച്ചയായിട്ടും ഈ അന്ധവിശ്വാസത്തിൻ്റെ ലോകത്തുനിന്ന് തികച്ചും ശാസ്ത്രീയതയിലേക്ക് നമ്മൾ തിരിച്ചെത്തേണ്ടതുണ്ട്. ഇതിലെല്ലാം അന്ധവിശ്വാസം കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റി പറയാനുള്ള ഉത്തരവാദിത്വവുമുണ്ട്. വിഗ്രഹങ്ങളെ തച്ചുടയ്ക്കേണ്ടതാണെന്ന് പറയുന്നവർ അറിയേണ്ട ഒരു കാര്യം, ഈ വിഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇന്ന് വിഗ്രഹിക്കാൻ കഴിയുന്നത്. ഇല്ലെങ്കിലോ ഒരു വിഗ്രഹിക്കാൻ പോലും, ഒരു ബിംബം പോലും ഇല്ലാതെ നമ്മൾ നിൽക്കേണ്ട അവസ്ഥ വന്നേനെ. അപ്പോൾ ഇപ്പോഴും നമുക്ക് ഇതിനെയൊന്നും വിഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ നമ്മുടെ അഭിപ്രായങ്ങളായിട്ട് മാത്രം മാറുകയാണ്. അഭിപ്രായമല്ല നമുക്ക് വേണ്ടത്, അറിവാണ്. അതെ, ആരാധനയെക്കുറിച്ചും ഈശ്വരനെക്കുറിച്ചും നമ്മൾ പറഞ്ഞു വന്നത് അത് ഇപ്പോഴും പൂർത്തിയാതെ നിൽക്കുക. അപ്പം എൻ്റെ ഒരു യുക്തിയാണേ, അതിന് ശാസ്ത്ര പിൻബലം ഞാൻ അവകാശപ്പെടുന്നില്ല. അതായത് നമ്മളിപ്പോൾ ആരാധന എന്തിനെ ഇപ്പോൾ വിഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, വിശേഷാൽ ഗ്രഹിക്കേണ്ടതെന്നും വേണ്ടതാണെന്നും അതുപോലെ തന്നെ വിദ് ഗ്രഹിക്കുക, അറിവ് അറിയൽ, ഇത് രണ്ടും വിഗ്രഹം എന്ന പദം കൊണ്ട് നമുക്ക് രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാം. അപ്പോൾ അതിൽ ഞാൻ കണക്കാക്കുന്നത് ഈ ആരാധന ചെയ്യുമ്പോൾ ഈ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന ഊർജ്ജമാണ്. ഇപ്പോൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ എന്ന് പറയുന്നത് വ്യക്തിയല്ല, അത് ഏകനുമല്ല, അനേകന. അത് ഏകത്വം നമ്മൾ ആരോപിക്കുന്ന എന്നാണ് എൻ്റെ ഒരു ധാരണ. ആ അനേകമായിരിക്കുന്ന ഊർജ്ജ സങ്കേതം ഈ പ്രകൃതിയിലുള്ള പോലെ തന്നെ എൻ്റെ ആത്മപ്രപഞ്ചത്തിലും ഉണ്ട്, ഈ ശരീരത്തിലും ഉണ്ട്. അപ്പോൾ ഈ ആരാധന ചെയ്യുമ്പം അവിടെ സ്ഫുരിക്കുന്നത് എൻ്റെ ഉള്ളിൽ ഊറിക്കൂടിയിട്ടുള്ള ഈ ഊർജത്തെ ഉണർത്തലാണ്. അത് ബൈബിള് പാടിയോ, ഖുർആൻ പാരായണം ചെയ്തോ, ഹൈന്ദവ ആരാധന രീതിയിലോ നമ്മൾ ആരാധന എന്ന് പറയുമ്പോൾ ഹൈന്ദവധർമ്മ സനാതനധർമ്മത്തിൽ പറയുന്നത് അതിൻ്റെ സയൻസിൻ്റെ വഴിക്കാണ് പോകുന്നത്. മറ്റത് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു മതങ്ങൾ, ന്യൂനപക്ഷ മതങ്ങൾക്ക് ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിലെ ആ ഊർജ്ജത്തെ അവരുടെ ആരാധന കൊണ്ട് അവർക്ക് ഉണർത്താൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ആരാധന ചെയ്ത് നമ്മളിപ്പോൾ അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ പള്ളിയിൽ പോയി ഒരു നേർച്ച നടത്തി അതിൻ്റെ ഫലം ഉണ്ടായിട്ടാണ്. ഫലസിദ്ധി ഇല്ലെങ്കിൽ ഒരു മനുഷ്യനും പിന്നെ അങ്ങോട്ട് പോകില്ല. ഈ ഫലസിദ്ധി ഉണ്ടാവണത് പുറത്ത് നിന്ന് ആരും ഒന്നും ചെയ്തു തരുന്നതല്ല, നമ്മുടെ ഉള്ളിലെ ഊർജം കൊണ്ട് നമ്മൾ നേടുന്നതാണ്. ആ ഊർജത്തെ ഉണർത്തലാണ് ആരാധന എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഒരു ധാരണയാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുള്ളത് ഇങ്ങനെയും പറയാം, അതിന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാർഗം വ്യക്തിഗതമാണ്. ഇപ്പോൾ ഒരാളിന് ഒരു ഉന്മാദം ഉണ്ടാകണം, ഒരു പാട്ട് കേട്ടാലും ഉന്മാദം ഉണ്ടാകാം, ഒരല്പം മദ്യം സേവിച്ചാലും ഉന്മാദം ഉണ്ടാകാം. പക്ഷേ മദ്യം പിന്നീട് നമുക്ക് ദോഷം ഉണ്ടാക്കും. ഒരു പാട്ട് കേൾക്കുന്നതിന് പിന്നെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഏത് മാർഗത്തിലാണ് നമ്മൾ ആ ഉന്മാദത്തെ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ ആരാധനയിലൂടെ നമുക്കുണ്ടാകുന്ന ഈ ഊർജ്ജത്തിൻ്റെ സ്റ്റിമുലേഷൻ, ആ ആസ്വാദനം ഇങ്ങനെയുള്ള ചില ആചാരാനുഷ്ഠാനങ്ങളിലൂടെ വേണമോ
അതോ ശരിയായ ശാസ്ത്രീയ മാർഗത്തിൽ വേണമോ എന്നുകൂടെ? ശരിയായ ശാസ്ത്രീയ മാർഗത്തിലൂടെയല്ല നമ്മുടെ ആരാധന എങ്കിൽ സംഭവിക്കാൻ പോണത്, എനിക്ക് തോന്നുവാണ്, എനിക്ക് ഗുരുതി നടത്തിയാലാണ്, നരബലി നടത്തിയാലാണ് എൻ്റെ ആരാധന പൂർത്തിയാകുള്ളൂ എന്ന് വന്നു കഴിഞ്ഞാൽ, നമ്മളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് നമ്മൾ ആത്മീയതയെ ചിട്ടപ്പെടുത്തുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വലിയ പ്രശ്നങ്ങളാണ്. എന്ന് വെച്ചെന്നാൽ നമ്മൾക്ക് ഇപ്പം നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലാത്തതും അതാണ്. ഇത് ശരിക്കും ഒരു വിഷയം പോലെ തന്നെ, മറ്റുള്ള വിഷയങ്ങൾ പോലെ തന്നെ പാഠ്യപദ്ധതിയായിട്ട് തന്നെ ഈ തിയോളജി മാറേണ്ടതുണ്ട്. ആരാധനാലയങ്ങൾ വെട്ടി നിർത്തിയിട്ട് അവിടെ കൃഷിഭൂമിയാക്കണമെന്ന് വാദിക്കുന്നവരുണ്ടല്ലോ, അതും ആരാധനയുടെ ഭാഗമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതെ. അപ്പോൾ ഈ സനാതനമായിട്ട് ചിലതിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ സംരക്ഷിക്കുന്നത് നമ്മൾ എന്തിനെയാണ് സംരക്ഷിക്കേണ്ടത്, ആരാധന ചെയ്യേണ്ടത് എന്തിനെയാണ്, ഏത് വ്യവസ്ഥയിലാണ് അത് ചെയ്യേണ്ടത്, ഏത് വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ട്, ഏതവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു തിരിച്ചറിവിലൂടെ ഇതിൻ്റെ പിന്നിലെ സയൻസ് നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ ചാച്ചൻ പറഞ്ഞ പോലെ ആരാധന വ്യക്തിപരമായിട്ട് പല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷേ ഇത് ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് പറഞ്ഞാൽ, ആത്മീയ തലത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സർവ്വാത്മാക്കളെയും നമ്മൾ സംരക്ഷിക്കുവാൻ ബാധ്യതപ്പെട്ടവരാണ്. അങ്ങാദ്യം പറഞ്ഞില്ലേ? അപ്പോൾ ഈ ആത്മീയതയുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ആത്മീയത അറിവാണ്. പക്ഷേ ആത്മീയത കൊണ്ട് ബോംബുണ്ടാക്കാൻ പറ്റില്ല. ബോംബുണ്ടാക്കുന്നത് സന്തോഷി, ഈ പ്രകൃതിയുള്ള പഞ്ചഭൂതങ്ങൾ ശ്വസിക്കുന്നത് എൻ്റെ ഇഷ്ടത്തിന് ശ്വസിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. എൻ്റെ ഇഷ്ടത്തിന് കാണാൻ പറ്റുമോ? ഇല്ല. എൻ്റെ ഇഷ്ടത്തിന് മാത്രം കേൾക്കാൻ പറ്റുമോ? ഇല്ല. ഇത് പറ്റുന്ന ആളുകളാണ് ഈ ചെയ്യുന്നതെങ്കിൽ. പക്ഷെ അതിന് ഫാദർജി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇപ്പം ആരാധന മദ്യപിച്ചാലുണ്ടാകുന്ന അതും നമ്മൾ സാത്വികമായി ചെയ്യുന്ന കർമ്മം, ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഉള്ളിലാണല്ലോ ഈശ്വരൻ എന്ന് പറയുന്ന ഊർജ്ജം ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഊർജ്ജത്തിന് അനുയോജ്യമായ ആരാധനയാണ് നമ്മുടേതെങ്കിൽ അത് ഗുണമായിരിക്കും. അതെ, തീർച്ചയായും. മറിച്ച് അകത്തിരിക്കുന്ന ഈശ്വരന് പ്രതികൂലമായ ഒരു ആരാധനയാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അത് ആ വ്യക്തിയെ സംബന്ധിച്ച് ദോഷം തന്നെയായിരിക്കും. ഇത് ആ വ്യക്തി നിബദ്ധമാണ്, അത് സമൂഹത്തെ ബാധിക്കില്ല. ഇത് ഇതിനകത്ത് വേറെ കാര്യം കൂടി ഉണ്ട് ചേച്ചാ. ഇപ്പം നമ്മൾ പറയും, ഇപ്പോൾ എൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ വേറൊന്നാണ്, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നതല്ല എന്ന് ഞാൻ പറയുകയാണ്. എൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ദൈവം മറ്റൊന്നാണ്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ വസ്തുതയിലേക്ക് വന്നാൽ 6 എനർജികളാണ് നമ്മളുടെ ശരീരത്തിലിരിക്കുന്നത് ഈ ഭാരതത്തിൻ്റെ വേദപ്രമാണം പറയുമ്പോൾ. അപ്പോൾ ശിരസിൽ ബ്രഹ്മാവാണ് ഇരിക്കുന്നത്. ശിരോ ബ്രഹ്മ ഹൃദ്യോ വിഷ്ണു ദിപാദേ ശിവ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. ദികരാഗ്രേ ലക്ഷ്മി, ദികരമധ്യേ സരസ്വതി, ദികരമൂലേ പാർവതി. അർദ്ധനാരീശ്വരാകൃതിയാണ് മനുഷ്യൻ. അപ്പോൾ നമ്മളുടെ ശരീരത്തിലിരിക്കുന്ന ദേവതാ സങ്കല്പങ്ങൾ ദ്രവ്യസങ്കല്പങ്ങളാണ് കേട്ടോ. ഇത് ഹിന്ദു ഒരു മതവുമല്ല, മതമാക്കാനായിട്ട് നോക്കിയാൽ നടക്കുകയില്ല. കാരണം ഇതങ്ങനെയാണ്, ഇത് സയൻസാണ്. ഈ സയൻസിനെ എടുത്തിട്ട് മതമാക്കി കഴിഞ്ഞാൽ ഇത് അഭിപ്രായമാകും, ഇത് സെൻസാകാതെ വരും. അഭിപ്രായങ്ങൾ അറിവല്ലല്ലോ. അപ്പോൾ മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നാണ് അർത്ഥം. അപ്പോൾ ഈ 6 എനർജി, നമ്മളുടെ ശരീരത്തിലിരിക്കുന്ന 6 എനർജിയെ നമ്മൾക്ക് നമ്മളുടെ ഇഷ്ടത്തിന് മാറ്റാൻ പറ്റില്ലാത്തൊരവസ്ഥയും കൂടി ഇപ്പം ഉണ്ട്. കാരണം ശിരസിലിരിക്കുന്ന ബ്രഹ്മശക്തിയാണ്, ജ്ഞാനശക്തിയാണ്. അപ്പോൾ കാണുക, കേൾക്കുക, സ്പർശിക്കുക, രുചിക്കുക, മണക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഇന്ദ്രിയഗ്രാമമായിരിക്കുന്ന ഫേസിൻ്റെ ഡ്യൂട്ടിയാണ്. അതിനെ കൺട്രോൾ ചെയ്യുന്ന കഴുത്താണ്. അപ്പോൾ ഈ ശിരസ് എന്ന് പറയുന്നത് ബ്രഹ്മശക്തിയുടെ ആലയമാണ്. ഹൃദാകാരമായിരിക്കുന്ന ബ്രെയിനിലാണ് ബ്രഹ്മശക്തി ഇരിക്കുന്നത്. ഹൃദയത്തിലാണ് വൈഷ്ണവശക്തി ഇരിക്കുന്നത്. നമ്മൾ ശ്വസിക്കുന്നതിന് കാരണം ഹൃദയശനായിരിക്കുന്ന വിഷ്ണുവാണ്. അവിടുന്ന് ഓക്സിജൻ തന്നാലേ ഇവിടെ സപ്ലൈ നടക്കുകയുള്ളൂ. അപ്പോൾ ഹൃദയശനായിരിക്കുന്ന വിഷ്ണുവാണ്, ഈ സസ്യലോകമാണ്, സസ്യലോകത്തിൻ്റെ എനർജിയാണ്, ജൈവ ഊർജമാണ് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്നത്. സോ നമ്മളുടെ ശരീരത്തിനകത്ത്, ഹൃദയത്തിനകത്ത് ഇരിക്കുന്ന ഊർജത്തിൻ്റെ പേര് സത്വഗുണമെന്നാണ്. സാത്വികം എന്ന് പറയുന്ന ഗുണമാണ് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്നത്. രാജസം എന്ന് പറയുന്ന ഗുണമാണ് ശിരസിലിരിക്കുന്നത്. ഇത് രണ്ടും ഇരിക്കുന്നത് താമസം എന്ന് പറയുന്ന തമോ ഗുണകാരനായിരിക്കുന്ന ശരീരത്തിലാണ്. നമ്മളുടെ ഈ ശരീരത്തിന്, പ്രോട്ടോണിൻ്റെ കണ്ടൻ്റായിരിക്കുന്ന ഈ ശരീരത്തിന് നിഴലിനെ സൃഷ്ടിക്കാൻ കഴിവുണ്ട്. പ്രകാശത്തെ മറച്ചിരുളിനെയും ഷാഡോയെയും സൃഷ്ടിക്കാൻ കഴിവുള്ള ഈ ശൈവ നിലയത്തിലാണ് ഇത് രണ്ടും ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ വരുമ്പോൾ, ഇങ്ങനെ പാരലായിട്ട് വരുമ്പോൾ, ഇത് ലംബമായിട്ട് നിൽക്കുകയാണ്, പാരലായിട്ട് വരുമ്പോൾ ശ്രീഭാവമാണ്. അത് കരാഗ്രത്തിൽ ലക്ഷ്മിയാണ്, കരമധ്യത്തിൽ
സരസ്വതിയാണ്, ആകാശത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇത് ജന്തുലോകത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ഈ കൈത്തലം. അപ്പോൾ കരമധ്യത്തിൽ സരസ്വതിയാണ് എന്ന് വെച്ചാൽ ആകാരമാണ്, ഈ സ്പേസിനെയാണ് കാണിക്കുന്നത്. നമുക്ക് ഒരു പ്രതിരോധം വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ എടുത്ത് വെക്കില്ലേ, പാമ്പ് ഭണം വിടർത്തുന്ന പോലെ നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത് പ്രതിരോധാവസ്ഥയിലാണ്. നമ്മളുടെ ആകാരത്തെ വർദ്ധിപ്പിക്കുന്നത് ആകാശത്തിൻ്റെ വൈഭവത്താൽ ഈ മുട്ടുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ സാധാരണ തൊഴുമ്പോൾ ബഹുമാനമില്ലാത്തവരുടെ തൊഴിലിൽ നിന്ന് പണ്ട് പറയാറുണ്ട്, ഓർക്കുന്നുണ്ടോ? അതായത് ഇങ്ങനെ തൊഴുമ്പോൾ തൊഴിക്കണതിന് തുല്യമാണെന്ന് ഇവർ പണ്ട് പറയുമായിരുന്നു എന്നോട്. ഇങ്ങനെ തൊഴുമ്പോൾ അതൊരു നൃത്തത്തിൻ്റെ ഒരു സ്റ്റെപ്പാണ്. പക്ഷേ ഭക്തി കൊണ്ട് തൊഴുമ്പോൾ എപ്പോഴും ഈ കൈമുട്ട് ആകാരത്തെ ഒതുക്കിയിട്ട് നമ്മൾ അത്രയും വലിയ ഗുരുവാണെങ്കിൽ തലയ്ക്ക് മുകളിലേക്ക് ഇത് പോകും. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ അർത്ഥം, ഇപ്പോൾ ഫാദർ ഇങ്ങനെ വരുക, ഞാൻ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഫാദർ അപ്പം തന്നെ തിരിച്ച് നടക്കുമായിരിക്കും ഉത്തമം. കാരണം ഞാൻ പ്രതിരോധിക്കാൻ നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ ഇതാണ് കരമധ്യേ സരസ്വതി. സ്പേസിൻ്റെ ഗുണമാണ് കരമധ്യത്തിൽ. രാജസം എന്ന് പറയുന്ന ഗുണമാണ്. നമുക്ക് ജ്ഞാനവും കൂടി ഇല്ലെങ്കിൽ രാക്ഷസഭാവമാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ എനർജി ശരിക്കും രാക്ഷസിയാണ്. ആകാശം ശരിക്കും രാക്ഷസിയാണ്, പ്രകാശം ആണ് അവിടെ രാജസിയാക്കുന്നത്. രാജസം എന്ന് പറയുന്ന അഗ്നിയുടെ ഗുണമാണ് ആകാശത്തെ രാജസിയാക്കിയിട്ട് ഈ വെള്ള വസ്ത്രമൊക്കെ ഉടുപ്പിച്ച് സരസ്വതി ഭാവത്തിൽ നിർത്തിയിരിക്കുന്നത്. സ്വരശ്രുതിക്ക് കാരണമായിരിക്കുന്ന അവസ്ഥ മാറിക്കഴിഞ്ഞാൽ ശബ്ദവും മാറും, ആകെ രൂപവും മാറും. അപ്പം ഇത് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഈ കരമധ്യത്തിൽ സരസ്വതിയാണ്. കരമൂലേ പാർവതി, കരമൂലത്തിലാണ് മൂല, കരമൂലത്തിൽ പാർവതിയാണ്. ആ ദിവ്യമായിരിക്കുന്ന ജലത്തിൻ്റെ ആ ഉറവ ഈ കരമൂലത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ സ്ത്രീത്വം ഇങ്ങനെയാണ്, വരിക. ഒരമ്മയ്ക്ക് മക്കളെ സ്നേഹിക്കണമെങ്കിൽ ഇങ്ങനെ കരവലയത്തിനുള്ളിൽ വിടണം. മാറോട് ചേർക്കുമ്പോഴാണ് ആ അമ്മയ്ക്ക് മക്കളിലേക്ക് ആ സ്നേഹത്തെ പകരുവാൻ കഴിയുള്ളൂ. ആ മാറോട് ചേർക്കുമ്പോഴാണ് പറ്റുക. ഇങ്ങനെ നമ്മളിലും സ്ത്രീത്വം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ പിതൃത്വമാണ്, ലംബമായിട്ട് പിതൃത്വമാണ്, പാരലായിട്ട് നമ്മൾ സ്ത്രീത്വമാണ്. നമ്മളുടെ കരങ്ങളെല്ലാം അങ്ങനെയാണ്, ഈ ലെങ്ത്തും എല്ലാം കറക്റ്റാണ്. ഇപ്പം നമ്മളുടെ ഉള്ളിലുള്ള എനർജി എന്ന് പറഞ്ഞാൽ ഈ 6 എനർജിയാണ്. ഈ 6 എനർജിയെ സൃഷ്ടിച്ചിരിക്കുന്ന വൈഭവം ഏതാണെന്നറിയോ? ഈ 6 ഋതുഭാവങ്ങളില്ലേ, രാവിലത്തെ ഉദയം, അത് കഴിഞ്ഞ് ഗ്രീഷ്മം, പിന്നെ വർഷം, ശരത്ത്, ഹേമന്തം, ശിശിരം എന്ന് പറയുന്ന 6 ഋതുഭാവങ്ങളുടെ എനർജിയാണ് ശിരസിൽ രാജസം എന്ന് പറയുന്ന ഗുണമായിട്ടും, സാത്വികം എന്ന് പറയുന്ന ഗുണമായിട്ടും, താമസം എന്ന് പറയുന്ന ഗുണമായിട്ടും, താമസി എന്ന് പറയുന്ന ഗുണമായിട്ടും, താമസി ഇവിടെയാണ്, താമസിയായിട്ടും രാജസിയായിട്ടും സാത്വികയായിട്ടും ഇരിക്കുന്നത്. നമ്മളിങ്ങനെ വയ്ക്കുമ്പോൾ കൈത്തലത്തിൽ സാത്വികി എന്ന് പറയുന്ന എനർജിയാണിത്. ഈ കൈത്തലത്തിൽ ആ സാത്വികി എന്ന് പറയുന്ന എനർജി സത്വഗുണത്തെ സ്വീകരിക്കുന്നതിനുള്ള അവസ്ഥയാണ്. ഇപ്പം നമ്മൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ തൊഴുമ്പോൾ സാത്വികി എന്ന് പറയുന്നത് സാത്വികം എന്ന് പറയുന്ന ഗുണത്തോട് ചേരുകയാണ് ഇങ്ങനെ വയ്ക്കുമ്പോൾ. അപ്പോൾ സാത്വികി എന്ന് പറയുന്ന ഗുണം സാത്വികം എന്ന് പറയുന്ന ഗുണത്തിലേക്ക് ചേരുമ്പോൾ എനിക്കിങ്ങനെ അങ്ങയോടൊരു കാര്യം പറഞ്ഞാൽ അങ്ങ് തീർച്ചയായിട്ടും അത് സ്വീകരിക്കും. അങ്ങയുടെ ഹൃദയം ഓപ്പണാക്കാൻ, എനിക്ക് പറയുന്ന കാര്യങ്ങൾ അങ്ങയുടെ മനസ്സിലേക്ക് പ്രവേശിപ്പിക്കാൻ എൻ്റെ ഈ മാജിക് കൊണ്ട് സാധിക്കും. ഞാൻ നമസ്തേ എന്ന് പറഞ്ഞിട്ട് അങ്ങയോട് സംസാരിച്ചാൽ അങ്ങ് തിരിച്ചെനിക്ക് നമസ്തേ തന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് ഞാൻ പറഞ്ഞതിനെ തീർച്ചയായിട്ടും മാനിക്കും. ഇത് ഭക്തിയുടെ മുദ്രയാണ്, ഇത് മനസ്സിൻ്റെ മുദ്രയാണ്. അപ്പോൾ ഭക്തിയാണിത്. ഇപ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ വൈഷ്ണവ ശക്തിയുടെ ഹരിതോർജ്ജ നാമമായിരിക്കുന്ന സാത്വികം എന്ന് പറയുന്ന എനർജിയാണ്. അല്ലാണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേ ഇതിനെ ചിട്ടപ്പെടുത്താൻ പറ്റില്ലാത്ത രീതിയിലാണ് വേദം പറഞ്ഞു വച്ചിരിക്കുന്നത്. ഈ വേദത്തിൻ്റെ മുഴുവൻ സാരാംശങ്ങളും തന്നെയാണ് സർവ്വ മതങ്ങളും അഭിപ്രായങ്ങളായിട്ട് പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഹൈന്ദവീയത അഭിപ്രായമായിട്ട് ചാച്ചൻ പറഞ്ഞ പോലെ മതരൂപത്തിൽ എപ്പോഴും എന്നോട് പറയും ഇതൊരു മതരൂപത്തിലേക്ക് പോവുകയാണെന്ന് പറയും. ആ മതരൂപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനെ തിരിച്ചു പിടിച്ചിട്ട് ശാസ്ത്രത്തിൽ വീണ്ടും പ്രതിഷ്ഠിക്കേണ്ടതുണ്ട്. ആ ശാസ്ത്രത്തിൽ പ്രതിഷ്ഠിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ഇതിനെ ജനങ്ങളിലേക്ക് പയ്യെ 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 വേദ്യമാക്കേണ്ടതുണ്ട്. ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമാണെന്ന് തെറ്റിദ്ധരിച്ച ഒരുപാട് ആളുകളുണ്ട്. അത് മനുഷ്യനിർമ്മിതമല്ല. പ്രകൃതി ഒരുക്കി വെച്ചേക്കണ ഒരു സിസ്റ്റമുണ്ട്, ഒരു നിയമമുണ്ട്. ഇപ്പോൾ സന്തോഷ് പറഞ്ഞ പോലെ ആ നിയമത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാനേ പറ്റുള്ളൂ. അല്ലാതെ ചെയ്യുന്നതാണ് ഇപ്പം റോക്കറ്റ്
മറ്റേ വിമാനങ്ങൾ, ഇത് പ്ലെയിന്, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ വളർച്ച കൊണ്ട് ഈ നിയമങ്ങളെ മറികടക്കുന്ന. ഇപ്പം ഭൂമിയെ കുഴിച്ച് അതിൻ്റെ അടിയിൽ അകത്തുള്ള ഇന്ധനങ്ങളെ മുഴുവൻ നമ്മൾ ചോർത്തിക്കൊണ്ടിരിക്കുക. നാളെ ഒരു കാലത്ത് അകത്ത് ജ്വലനം ഇല്ലാതെ വന്നാൽ ഭൂമിയുടെ മുകളിൽ തണുപ്പില്ലാതെ വരും. ഇപ്പോൾ ഈ ചാച്ചനുമായിട്ട് ഈ വിഷയം ഈ അടുത്ത കാലത്തൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷേ ചാച്ചൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സനാതനൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം എവിടെയുണ്ട്, ആ സിസ്റ്റമാണ് സനാതന ധർമ്മം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് വളരെ അതായത് ആ സ്പാർക്കിങ്ങിൽ നിന്ന് എങ്ങനെയാണ് ഞാനിലേക്ക് എത്തിയെന്നുള്ളത് ഞാൻ പറയുന്നത്. സനാതനം എന്ന് പറഞ്ഞാൽ ശിവനാണ്, മറ്റൊരു സനാതനൻ വിഷ്ണുവാണ്. അതായത് സനാതനൻ ഈ മണ്ണാണ്, മറ്റൊരു സനാതനൻ ഈ വൃക്ഷമാണ്, മറ്റൊരു സനാതനൻ ബ്രഹ്മാവാണ്. സനാതനിയുണ്ട്, ആ സനാതനി ലക്ഷ്മിയാണ്, മറ്റൊരു സനാതനി സരസ്വതിയാണ്, അതായത് സ്പേസാണ്, മറ്റൊരു സനാതനി പാർവതിയാണ്. അപ്പോൾ മണ്ണ്, ജലം, അതുപോലെ തന്നെ സസ്യലോകം, ജന്തുലോകം, അഗ്നി, ആകാശം എന്ന് പറയുന്ന ആ സനാതനമായിരിക്കുന്ന സനാതനൻ എന്ന് പറയുന്ന ആ രണ്ട് ശക്തിയും ചൈതന്യവും ചേർന്ന് മൂർത്തിയായിട്ട് മാറുന്ന ആ ദ്രവ്യവ്യൂഹത്തെ ത്രിമൂർത്തികളായി കണ്ട്, ആ ത്രിമൂർത്തികളുടെ വാമഭാഗത്തെ ചൈതന്യമായി കണ്ട്, ആ ത്രിമൂർത്തികളുടെ ആ ചൈതന്യത്തെ ഒട്ടും ചോർന്നു പോകാതെ ത്രിഗണ വൈഭവത്താൽ ജീവനെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള ശാസ്ത്രമാണ് സനാതനധർമ്മം. ഓരോ ജീവിക്കും ഓരോ ധർമ്മമുണ്ട്. 6-ാം മന്വന്തരത്തിൽ 33 കോടി ഇനം ജീവവർഗങ്ങൾ ഭൂമിയിലുണ്ടായിരുന്നു എന്നാണ് ശാസ്ത്രം. അപ്പോൾ ആ 33 കോടി ജൈവസമ്പത്തിനെയും ദൈവസമ്പത്തായി കണ്ട് ആ ദൈവസമ്പത്തിനെ മുഴുവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ദ്രവ്യശുദ്ധി കൊണ്ട് നമ്മളുടെ സർവശാസ്ത്ര നിലയമായിരിക്കുന്ന ക്ഷേത്രങ്ങളെ ക്ഷതത്തിൽ നിന്നും ക്ഷയത്തിൽ നിന്നും ക്ഷാമപ്പെടുത്താതെ ക്ഷേമപ്പെടുത്തുന്ന ക്ഷേത്രയന്ത്രമാണ് ത്രാണനം ചെയ്യിക്കുന്ന, ക്ഷാമപ്പെടുത്താതെ ക്ഷേമപ്പെടുത്തുന്ന, ത്രാണനം ചെയ്യിക്കുന്ന ഇടങ്ങളാണ് ക്ഷേത്രങ്ങൾ. അങ്ങനെ ക്ഷേമപ്പെടുത്തേണ്ടത് ഈ സനാതനന്മാരെയാണ്, ശിവനെയാണ്, അതായത് മണ്ണിനെയാണ്, ഈ വൃക്ഷലോകത്തെയാണ്, ഈ ജന്തുലോകത്തെയാണ്, ഈ അഗ്നിയാണ്, ആകാശത്തെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതിനെ ഗ്രഹിച്ച് ഈ ക്ഷേമപ്പെടുത്തുന്ന കാര്യത്തിന് നമുക്ക് ആരാധന എന്ന് പറയാം. തീർച്ചയായിട്ടും അതാണ് മലിനീകരിച്ചാൽ നമുക്ക് ശ്വസിക്കാൻ ആ സംരക്ഷണത്തിന്റെ പരമമായ നമുക്ക് കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണല്ലോ ആ സംരക്ഷണത്തിന്റെ പരമമായിട്ടുള്ള അവസ്ഥയാണ് ആരാധന. നമ്മൾ പാതിരാത്രിയും അമ്പലത്തിലെ വിളക്കുകളൊന്നും ഓഫാക്കുന്നില്ലെങ്കിൽ അത് ആരാധനയല്ല. അല്ല, മനസ്സിലായോ? ഇപ്പോൾ ഈ ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൽ 24 മണിക്കൂർ ലൈറ്റ് തെളിച്ചിടുകയാണെങ്കിൽ അത് ആ ക്ഷേത്രം ആ ദേശത്തെ കെടുത്തും. അതേസമയം ഒരു വനദുർഗ ക്ഷേത്രത്തിൽ ലൈറ്റ് ആവാം, അത് വൈറ്റ് എനർജിയിലാണ് വർക്ക് ചെയ്യുന്നത്. അത് പൗർണമിയെ ബേസ് ചെയ്തിട്ട് പോണതാണ്, മറ്റത് അമാവാസിയെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഈ വൈറ്റ് എനർജിയും ഡാർക്ക് എനർജിയും എങ്ങനെയാണ് സ്ത്രീ പുരുഷന്മാരെയും ഈ സസ്യലോകത്തെയും ജന്തുലോകത്തെയും മാതൃലോകത്തെയും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ആ എനർജിയുടെ സോഴ്സ് എങ്ങനെയാണ്, അതിനെ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ആരാധനാഭാവത്തിലേക്ക് കൊണ്ടുവരുന്നതെന്നും നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മളെല്ലാം കറക്റ്റാവും. ആത്മീയ ദർശനങ്ങൾ ഏകമാർഗത്തിലാകും. ഇപ്പം നമ്മളുടെ ആത്മീയത എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലേക്ക് നമ്മൾ മാറി നിൽക്കുന്നതിൻ്റെ കാരണം ഇത് അഭിപ്രായങ്ങളായിട്ട് നിൽക്കുമ്പോഴാണ്. ഇത് അറിവാകുമ്പോൾ ഇത് ഒന്നും ചേർത്താൽ 3ആണ്. ആ 3-ന്ന് കുറച്ച് കഴിഞ്ഞാലും ഒരേ ഉത്തരം കിട്ടുള്ളൂ. നമുക്ക് തോന്നിയ പോലെ ആൻസർ കിട്ടില്ല. 1+1+1 എന്ന് പറയുന്നത് എങ്ങനെ ആൻസർ കിട്ടുമോ, മാത്സ് എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുമോ, സംശയരഹിതമായിട്ട് നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ആൻസർ കിട്ടേണ്ട ഒരു വസ്തുതയാണ്. അതിനേക്കാളും സ്പഷ്ടമായിട്ട് ആൻസർ കിട്ടുന്നതാണ് വേദം. അതെ. അപ്പോൾ നമ്മൾ സംസാരിച്ച് വന്ന ടോപ്പിക്കിനകത്തുള്ള ഒരു കാര്യം കൂടെ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച് വന്നതിനകത്ത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഊർജ്ജത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നൊരു കാര്യം പറഞ്ഞു. അതെ. അപ്പോൾ അതിന് പുറമേയുള്ള ആചാരാനുഷ്ഠാനങ്ങളിലൂടെ ആകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് സന്തോഷ് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിനകത്തിരിക്കുന്ന 6 എനർജിയെ ഈ പ്രകൃതിക്കകത്തുള്ള 6 എനർജി കൊണ്ട് ഒരു പക്ഷേ ഈ പ്രകൃതിയുമായിട്ട് ലയനം ചേർന്നിരിക്കുമ്പോൾ ആ 6 എനർജിയും നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് പുറമേ നമ്മളൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യമൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഇല്ല, ഇത് പരിപാലനമാണ് ആവശ്യം. അപ്പോൾ അവിടെ എന്താണ്, വെള്ളം കൊടുക്കണം, ജലമാണ് അവിടെ കൊടുക്കേണ്ടതെങ്കിൽ ജലം കൊടുക്കണം. അതായത് തൃണത ദേശത്തെ
നമ്മൾ ആ ദേശത്തു നിന്നും ശിവദേശത്തു നിന്നും ഒരു നദിയെ ജനിപ്പിക്കുവാനായിട്ട് ഒരു ക്ഷേത്രം വിചാരിച്ചാൽ മതി. അവിടെ ധാരയാണ് നടത്തുന്നത്. ആ ഓവുചാലിൽ നിന്ന് ഒഴുകുന്നത് പാർവതിയാണ്. ആ പാർവതി ഉറവയായിട്ട് അരുവിയായിട്ട് ഒഴുകി പുഴഞ്ഞ് പുഴുക്കളെ പഴങ്ങളെയെല്ലാം സൃഷ്ടിച്ച് നദിച്ച് നാദത്തെ ജനിപ്പിച്ച് സമുദ്രത്തിലേക്ക് ഒഴുകും. അപ്പോൾ ഒരു നദിയെ ജനിപ്പിക്കുവാനായിട്ട് നമ്മളുടെ ശാസ്ത്രത്തിൻ്റെ ഇത്തരം ആചാരാനുഷ്ഠാനങ്ങൾക്ക് കഴിയും. അപ്പോൾ അത് ഇപ്പോൾ മൗണ്ടുകളെ സംരക്ഷിക്കേണ്ടതുണ്ട്. അത് വെറുതെ മൗണ്ടുകളെ മുട്ടക്കുന്നായിട്ടല്ല സംരക്ഷിക്കേണ്ടത്. സുബ്രഹ്മണ്യാണ് അവിടെ ഇരിക്കുന്ന ദേവതാ സങ്കല്പം. ആ മൗണ്ടെന്ന് പറഞ്ഞാൽ ഹരൻ്റെ പുറത്തിരിക്കുന്ന ഹരനാണ്. ഹരൻ ഭൂമിയാണ്, ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഹരനാണ് സുബ്രഹ്മണ്യൻ. അപ്പോൾ ആ ഹരനായിരിക്കുന്ന ആ സുബ്രഹ്മണ്യനെ ആയുധമില്ലാതെ അല്ല അവിടെ നിർത്തേണ്ടത്. അതായത് ശിരസിന് മുകളിലാണ് അദ്ദേഹത്തിൻ്റെ ആയുധം വേലിരിക്കുന്നത്. ആ വേല് വൃക്ഷമാണ്. ആ വൃക്ഷം തലയ്ക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന രീതിയിൽ കാവടി രൂപ പ്രതീകമായിരിക്കുന്ന രീതിയിൽ ഈ മൗണ്ടുകളെ സംരക്ഷിച്ച് നിലനിർത്തി ഉറവയെ സൃഷ്ടിച്ച് അവിടുന്ന് പാർവതിയെ ഈ സുബ്രഹ്മണ്യ ദേശത്തിൻ്റെ മാതൃത്വത്തിൻ്റെ തേനിനെ അവിടുന്ന് ദ്രവ്യശക്തിയുടെ പ്രവാഹമായിട്ട് ദ്രവ്യശുദ്ധിയുടെ പ്രവാഹമായിട്ട് നമുക്ക് ജനിപ്പിക്കേണ്ടതുണ്ട് ജീവനെ നിലനിർത്താൻ. അപ്പോൾ അങ്ങ് പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, അത് വളരെ പ്രസക്തമാണ്. എന്നാന്ന് വെച്ചാൽ ഇപ്പം ബാഹ്യമായിരിക്കുന്ന ആരാധന അതേക്കുറിച്ച് പറഞ്ഞില്ലേ, അത് ആന്തരികമായ ആരാധന ചെയ്താലും മതിയെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ സന്യാസി വര്യന്മാർ, മുനി ഋഷീശ്വരന്മാർ, അവർ സർവ്വസംഘ പരിത്യാഗിയായിട്ട് ഒരു നിലവിളക്ക് പോലും ഇല്ലാതെ, അവർ അമ്പലമോ ദേവതയോ വിഗ്രഹമോ ഒന്നുമില്ലാതെ ധ്യാനത്തിലിരുന്ന് ഈ കർമ്മം മുഴുവൻ അവർ ആന്തരികമായി ചെയ്യുന്നത്. അതാണ് ഞാൻ അടുത്ത് പറയാൻ വന്ന കാര്യമാണ്. ശരിക്കും ആ പ്രകൃതിയിൽ ലയിച്ചിരുന്ന് ധ്യാന നിർഭരനായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഊർജ്ജ സ്രോതസ്സുകളെയും നമുക്ക് ഉത്തേജിപ്പിക്കാൻ പറ്റും. യോഗയുടെ ഏറ്റവും വലിയൊരു ഗുണം അതാണ്. അതായിരിക്കും. അപ്പോൾ ബാഹ്യമായ ഈ അംഗവിക്ഷേപങ്ങളോ ബാഹ്യമായിരിക്കുന്ന അവതരിപ്പിക്കൽ ശരിക്കും ഇപ്പം മുഴുവൻ അവതരിപ്പിക്കില്ല. അതെ. അപ്പോൾ ഒരു കുഞ്ഞ് സ്വന്തം അമ്മയുടെ കയ്യിലിരിക്കുമ്പം ഭയങ്കര കംഫർട്ടാണ്, വളരെ ഊഷ്മളതയാണ്. അപ്പോൾ ആ കുഞ്ഞിന് പ്രസരിപ്പുണ്ടാകുന്നത് അമ്മയുടെ ആ ഒരു നെഞ്ചിൻ്റെ വലയത്തിനകത്തിരിക്കാൻ മാറിൽ ചേർന്നിരിക്കുമ്പോഴാണ് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളുടെ അമ്മയെന്ന് പറയുന്നത് ഈ പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എത്രത്തോളം ചേർന്നിരിക്കുമോ, ഇഴുകിയിരിക്കുമോ, ലയനം സംഭവിച്ചിരിക്കുമോ, അപ്പോഴത്തേക്കാണ് നമുക്ക് ആ ഒരു ഉത്തേജനവും ആ ഒരു കംഫർട്ട് ഫീലിങ്ങും ആ ഊഷ്മളതയൊക്കെ ഉണ്ടാകുന്നത്. അത് മാനുഷിക നിർമ്മിതമായ എന്തെങ്കിലും ഒരു കാര്യത്തിനകത്തേക്ക് മാറുന്ന സമയത്ത് അത് നമ്മൾ ഈ പറയുന്ന പോലെ മദ്യം കൊടുത്ത് നമുക്ക് ഉന്മാദം ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്നത് പോലെ ആർട്ടിഫിഷ്യാലിറ്റിയാണ്, അത് നിലനിൽക്കത്തില്ല. നമ്മുടെ ഈ പ്രപഞ്ചം മാതൃത്വത്തിൻ്റെ മടിത്തട്ട് പോലെ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംരക്ഷണമാണ് ആരാധന കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മളുടെ ദേഹങ്ങളെല്ലാം, നമ്മളുടെ ദേഹവും ഈ ദേശവുമെല്ലാം ശിവദേശങ്ങളായിട്ട് നിലനിർത്തേണ്ടതുണ്ട്. അപ്പോൾ ശവാലയങ്ങളല്ലാതെ ശിവാലയങ്ങളായിട്ട് ഈ ഭൂമിയെ നിലനിർത്തണമെങ്കിൽ മാതൃത്വത്തിൻ്റെ ശക്തിയാണ് മൃത്യു. ആ മൃത്യുഭാവത്തിൽ നിന്നും മാതൃഭാവത്തിലേക്ക് ഈ പ്രകൃതിയെ ചേഞ്ച് ആക്കണമെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നിടത്ത് മാത്രം, അത്രയും ദ്രവ്യ പരിശുദ്ധി ഉള്ളിടത്ത് മാത്രമേ നമുക്ക് അത്രയും രീതിയിൽ ആരോഗ്യത്തെ നിലനിർത്തുവാനായിട്ട് പറ്റുള്ളൂ. ഒരു കർമ്മം ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു ക്ഷേത്രങ്ങളിലും ഒരു പൂജ വേണ്ട. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഹിമാലയം അവിടെ ഇരിക്കുകയാണ്. ആ ഹൈ റേഞ്ചിൻ്റെ ബലത്തിലാണ് മുഴുവൻ ഈ വിന്ധ്യൻ വരെയുള്ള ജീവലോകം നിൽക്കുന്നത്. 6-ാം മനന്തരത്തിൽ ആ ഹിമാലയത്തിന് ചുറ്റും ഹിമാലയത്തിൻ്റെ വൈഭവത്താൽ മാത്രം 33 കോടി ചരാചരങ്ങൾ ജീവിച്ചിരുന്നു എന്നാണ് വേദം. അപ്പോൾ അത്രയും വൈഭവമായിരിക്കുന്ന ജീവൻ്റെ ഭൂമിയിലെ ഏറ്റവും വലിയ ടവർ അവിടെ ഹിമാലയത്തിൽ നിൽക്കുന്നിടത്തോളം കാലം ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ തന്ത്രത്തിനോ മന്ത്രത്തിനോ യന്ത്രത്തിനോ ഒന്നും വലിയ പ്രാധാന്യം അവിടെയില്ല. പക്ഷേ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നാൽ, വിന്ധ്യനും ഇപ്പുറത്തേക്ക് വന്നാൽ, കേരളം, തമിഴ്നാട് പോലെയുള്ള ആന്ധ്ര പോലെയുള്ള സ്ഥലങ്ങളിലെ തന്ത്രം കൊണ്ടും യന്ത്രം കൊണ്ടും മന്ത്രം കൊണ്ടും മാത്രമാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അവിടെയാണ് താന്ത്രിക കർമ്മങ്ങൾക്കുള്ള പ്രാധാന്യം. നമ്മളുടെ ദൈവികതയെ ശരിക്കും പറഞ്ഞാൽ തന്ത്രപരമായിട്ട് ജനങ്ങളിലേക്ക് നമ്മൾ നടപ്പിലാക്കുന്ന ഈ ആചരണ പദ്ധതികളിലൂടെ നടപ്പിലാക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മളുടെ ക്ഷേത്രങ്ങളിലൂടെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ഗർഭഗ്രഹങ്ങളിൽ ഋതുവാകുന്നത്? ഗർഭഗ്രഹം എന്ന് ശ്രീകോവിലിനെ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ എല്ലാം പിന്നിലേക്ക് നമ്മൾ വരുമ്പോൾ ഞെട്ടിക്കുന്ന ശാസ്ത്രതലമാണ്.
അപ്പം നമ്മൾ ഇന്ന് കാണുന്നതല്ല. ഇപ്പോൾ ആളുകൾ ഓരോരുത്തരും ആചാര്യന്മാർ പറയാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യ ശരീരത്തെ പോലെ തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതിൻ്റെ പിന്നിലെ തലം. എല്ലാ ഭൂഖണ്ഡങ്ങളിലും ക്ഷേത്രം ആവശ്യമാണ്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈ ത്രേതദേശത്തെ, അതായത് പ്രേതദേശമാക്കാതെ ഈ ത്രേതമായിരിക്കും, അതായത് ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ വേദം പറയുന്ന ദൈവ ജൈവ ശൈവ ഗണങ്ങളെ ഈ ത്രേതത്തെ പാലിച്ചുകൊണ്ട് പ്രേതദേശമാകാതെ ത്രേതദേശമാക്കി ത്രണതദേശമാക്കി ത്രയീതനുവിൽ പരമാണു 30 കോടിയതിനെ വിതച്ച് ജീവനെ പുനർജനിപ്പിക്കുന്ന ശാസ്ത്രവിദ്യയാണ് ക്ഷേത്രവിദ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ആചരണ പദ്ധതികൾ നമ്മുടെ പുതിയ തലമുറ ഈ പ്രകൃതിയെക്കുറിച്ചും പ്രകൃതിയിലെ മുഴുവൻ തലങ്ങളെക്കുറിച്ചും നന്നായിട്ട് പഠിക്കണം, അത് അറിയണം. ശരിക്ക് പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേരുമ്പോൾ മാത്രമേ നമ്മുടെ ജന്മത്തിൻ്റെ ധർമ്മം പൂർണ്ണമാകണുള്ളൂ. അതെ, ഇല്ലെങ്കിൽ ഇതിനെ നമ്മൾ വെറുതെ ഒരു ഭോഗവസ്തുവായി പ്രകൃതിയെ ഉപഭോഗിച്ച് നമ്മൾ വെറും മാംസപിണ്ഡമായി മാറിപ്പോകും, മനസ്സ് പ്രവർത്തിക്കാതെ പോകും എന്നാണ് എൻ്റെ ഒരു ധാരണ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്.